ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇത് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ടിഷ്യൂവിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന റോളില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിലൊക്കെ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ റോൾ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. അതെടുത്തതിന് ശേഷം ഒരു സിസേഴ്സ് എടുത്തിട്ട് ഇതാ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്യാം. വളരെ ചെറിയ ലൈൻസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. വലുതായി കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഫുള്ള് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ കാർഡ്ബോർഡോ ഉള്ളൂ, അതല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് ഇപ്പോൾ 2 സൈസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലുതായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ ആ റോളൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിനിങ്ങനെ ചെറുതാക്കി ചെറിയൊരു റോളാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ പേപ്പർ റോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടായാലും ഇതേപോലെ ഒരു റോളാക്കി എടുക്കുക. അതാ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഭാഗം. എന്നിട്ട് ഇതിനെ ചെറിയ റോളാക്കിയിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് റോള് ചെറുതാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിയ റോളായി കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒരു പെയിൻറ്റിങ് ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോളിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ റോളില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോളാക്കി കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒന്ന് റോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനിതാ ഇത്രയായിട്ട് റോള് സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ള സ്ഥലം ഫുള്ള് നമ്മൾ നേരത്തെ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിന് താഴെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ പതുക്കെ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലായിടത്തും ഒരേ ലെവലാണോ നോക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ടില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് കണ്ടോ, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്, അപ്പുറത്തെ ഭാഗം കുറച്ച് നീളം കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ 2 റോളുകളും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 സൈസിലാണ് റോളുകൾ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 സൈസ് എടുക്കേണ്ട, ഒരേ സൈസ് എടുത്തിട്ട് അതിൻ്റെ ആ വെട്ടുന്ന അതില്ലേ ഒന്ന് നീളം കൂട്ടിയിട്ടും ഒന്ന് നീളം കുറച്ചിട്ടും വെട്ടിയെടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി ഈസി അതായിരിക്കും. ഇനി അതിന് ശേഷം നമ്മളിതാ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പറോ അതല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൽ പെയിൻ്റ് അടിച്ചിട്ടോ അതിന് എന്ത് വേണമെങ്കിലും ബേസ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ പേപ്പറിലായാലും ഒക്കെ നമുക്ക് ബേസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളർ പേപ്പറാണ് ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഇല്ലെങ്കിൽ നമ്മുടെ കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കേക്ക് ബോർഡ് ഉണ്ടല്ലോ, ഈ കേക്ക് ബോർഡ് ആയാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതിന് പകരമായിട്ട് കേക്ക് ബോർഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിന് മുകളിൽ ഒന്നുകിൽ നമുക്ക് ഇതേപോലത്തെ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് വൈറ്റ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പെയിൻറ്റ് ഇതേപോലെ എന്തിലെങ്കിലും എടുത്തതിന് ശേഷം നമ്മുടെ ഈ പേപ്പർ റോൾ ഇതേപോലെ ആക്കി കൊടുക്കാം. ആ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടോ നോക്കി വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളിതാ ഇതേപോലെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ആക്കി കൊടുക്കുക. പതുക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. പതുക്കെ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണ്ടോ, ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതിലോട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ പതുക്കെ ഇങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എവിടേക്കാണെങ്കിൽ അവിടേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ഫ്ലവേഴ്സും കുറച്ച് ചെറിയ ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എവിടേക്കാണെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അമർത്തി ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ആ ഒരു ലൈൻസ് വരുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെറിയ റോൾസ് എടുത്തിട്ട് അതും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയത് വളരെ ചെറിയ റോൾസ് എടുക്കാം. അതായത് റൗണ്ട് വളരെ കുറച്ചാക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന അതുണ്ടല്ലോ, അത് ഒന്നിൽ നീളം കൂട്ടിയിട്ടും ഒന്നിൽ നീളം കുറച്ചിട്ടും എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ രണ്ട് സൈസ് ആയതുകൊണ്ട് സെൻറ്റർ കണ്ടോ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ റോൾസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് ഇതേപോലെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും വലിയ റോൾസ് എടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ 2 റോൾസും ഒരേപോലെ ചെറിയ സൈസിൽ തന്നെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കട്ടിങ് നീളം കൂട്ടിയിട്ടും കുറച്ചിട്ടും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പണിയില്ല കേട്ടോ. ഒറ്റ പ്രസ്സിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ സെൻറ്ററും കൂടെ ഫില്ല് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ റോൾ എടുക്കുക, ചെറിയ റൗണ്ടിലുള്ള റോൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ കട്ടിങ് മാത്രം ഡിഫറെൻ്റ് ആക്കി കൊടുക്കുക. ഒന്ന് നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്യുക, ഒന്ന് അതിനേക്കാളും കുറച്ചിട്ടും കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളിൽ വീണ്ടും നമ്മൾ ഈ ചെറിയ റോൾ വെച്ചിട്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വൈറ്റ് പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്തതിന് ശേഷം
സെൻറ്ററൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വിധത്തിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സ്റ്റെമ്മുകളെല്ലാം നമുക്ക് വരച്ചു കൊടുക്കാം. ഒരു വൈറ്റ് കളർ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിന് കളർ വേണമെങ്കിൽ നമ്മുടെ ക്യൂട്ടിപ്പ് അല്ലേ, ഫ്ലവർ അല്ലേ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം. അതുപോലെ ഫ്ലവറിന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ ഒരു വൈറ്റ് കളറ് പുല്ല് പോലെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, പഴയ ടൂത്ത് ബ്രഷ്, അത് നന്നായിട്ടൊന്ന് അതിൻ്റെ ബ്രസൽസൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിനി ടൂത്ത് ബ്രഷ് എടുക്കാൻ പോകാനുള്ള മടിക്ക് ഞാൻ ഈ ഇത് തന്നെ വെച്ചിട്ട് ഒരു പുല്ലിൻ്റെ എഫക്റ്റ് കൊടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കൊടുത്ത് വരുമ്പോൾ ഏകദേശം ആ ഒരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. പിന്നെ താഴത്തെ ഭാഗവും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാതും വൈറ്റിൽ തന്നെ കൊടുത്തത്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട്. അതല്ലെങ്കിൽ നമുക്ക് കളർഫുൾ ആക്കിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ കാറ്റ് വരുമ്പോൾ പോകുന്ന വിധത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ ഫ്ലവർ ഇങ്ങനെ ഇതാക്കുന്ന വിധത്തിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ലൈൻസ് വരച്ചിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കിലോട്ട് കൊണ്ടുവരിക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇതിന്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. കളറിൽ വേണോ അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ എന്നൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ പെയിൻറ്റ് ബ്രഷിൽ നിന്ന് കുറച്ച് പെയിൻറ്റ് എടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതേപോലെ ആക്കി കൊടുക്കുമ്പോൾ ഒരു ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ആകെ സ്പ്രെഡായിട്ടുള്ളൊരു ഇഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെയും ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയും വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഡോറിൻ്റെ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല രസമല്ലേ, കണ്ടോ? വാളിൽ ഡെക്കോർ ചെയ്യുമ്പോൾ നല്ല രസമായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്തത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ റോൾ ചെറുതാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം നീളം കൂട്ടിയിട്ടും കുറച്ചിട്ടും വെച്ചിട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.